Welcome you all. Today we are discussing about the statistics. Okay, statistics in കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറിൻ്റെ പേരാണ് ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. അതിൽ STA 1C01 എന്നുള്ളതാണ് ആ പേപ്പറിൻ്റെ കോഡ്. ഓക്കെ, ആ ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ മാർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള വെച്ചാൽ ടോട്ടൽ മാർക്സ് 75 ആയിരിക്കും. നമ്മുടെ ടോട്ടൽ യൂണിവേഴ്സിറ്റിന് മാർക്ക് വരുന്നത് 75ലാണ്. അതിൽ ഇൻറ്റേർണൽ മാർക്സ് 15ഉം എക്സ്റ്റേണൽ മാർക്ക് 60ആണ്. ഓക്കെ, 60 + 15 ആണ് 75 ആയിട്ട് വരുന്നത്. എക്സ്റ്റേണൽ മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാകുക 60ലും, ഇൻറ്റേർണൽ മാർക്സ് നമ്മൾ ഇവിടെ തരുന്ന ഇൻറ്റേർണൽ മാർക്സ് 15ലും ഉണ്ടാകുക. എങ്ങനെയാണ് 15 ഇൻറ്റേർണൽ മാർക്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളത് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഒരു മാതൃകയാണ്. സിലബസിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഒരു മാതൃകയാണെന്നുള്ളത്. അതിനൊരു ബ്ലൂ പ്രിൻറ്റ് ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ്, എവിടുന്നൊക്കെ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് അതേ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 പാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുക. A പാർട്ട്, B പാർട്ട് ആൻഡ് C പാർട്ട്. 3 പാർട്ടാണ് ഉണ്ടാകുക. അതിൽ A പാർട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അതായത് A പാർട്ടിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 12 ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് ഉണ്ടാകുക. ഒന്നാമത്തിന് 2 മാർക്ക്, രണ്ടാമത്തിന് 2 മാർക്ക്, അങ്ങനെ ഓരോന്നും 2 മാർക്ക് വെച്ച് ഉണ്ടാവും. B പാർട്ട് ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെതായിരിക്കും. C പാർട്ടിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കിൻ്റെതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 32 ആൻഡ് തേർഡ് മൊഡ്യൂളിൽ നിന്ന് 19 ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് 21. ഓക്കെ, ഇങ്ങനെ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരുന്നത് ഉണ്ടാകുക എക്സാമിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ 60 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടാകുക. അതിനെ ടോട്ടൽ കൂട്ടുമ്പോൾ 60ൻ്റെ എബവ് ഉണ്ടാവും. കാരണം അതിനൊരു മെത്തേഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഇത്ര മാർക്കിന് 60 മാർക്കിന് എഴുതിയാൽ മതി, പക്ഷേ ക്വസ്റ്റ്യൻസ് ചിലപ്പം അതിൽ കൂടുതൽ മാർക്കിനുള്ളുണ്ടാവും. അതിന് മെത്തേഡ് ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഓരോന്ന് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ചാപ്റ്ററിന് 7 മാർക്സിന് 32 മാർക്സിന് 90 മാർക്സ് 20 മാർക്സ് ഇത്ര വരെ വരാമെന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പറയപ്പെടുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നായിരിക്കും. പിന്നെ വരുന്ന 7 ക്വസ്റ്റ്യൻ വരെ ഉള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന്. ദെൻ നെക്സ്റ്റ് 2 ഈസ് ഫ്രം തേർഡ് മൊഡ്യൂൾ. ദെൻ നെക്സ്റ്റ് 3 ഈസ് ഫ്രം ഫോർത്ത് മൊഡ്യൂൾ. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ. ഇത് നെക്സ്റ്റ് വരുന്നത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് മൊഡ്യൂൾ 1 ഉണ്ടാകുക. മൊഡ്യൂൾ 2 2 മൊഡ്യൂൾ 3 3 മൊഡ്യൂൾ 4 1. അതായത് 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ എസ് എ ക്വസ്റ്റ്യൻ ആണ് 10 മാർക്സ് എന്ന് പറഞ്ഞത്. അതൊന്ന് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും ഒന്ന് ഫോർത്ത് മൊഡ്യൂളിൽ നിന്നായിരിക്കും. ഇങ്ങനെ ആയിരിക്കും പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വരിക എന്നാണ് യൂണിവേഴ്സിറ്റി സിലബസ് തന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മുടെ സിലബസ് എന്നുള്ളത്. 4 മൊഡ്യൂളുകളാണുള്ളത്. മൊഡ്യൂൾ 1 ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മൊഡ്യൂൾ 2 ഈസ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, മൊഡ്യൂൾ 3 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, മൊഡ്യൂൾ 4 ടൈം സീരീസ്. ഇങ്ങനെ 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ 2 ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആ മൊഡ്യൂൾ 2 ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് റെഫറൻസ് പുസ്തകങ്ങളാണ്. സാധാരണ യൂണിവേഴ്സിറ്റി ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്ക് ഇറക്കും. അത് ജസ്റ്റ് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇറക്കണമാണ്. പക്ഷേ ശരിക്കും പറയുന്നത് ഈ റെഫറൻസ് ബുക്കുകൾ നോക്കിയിട്ട് പഠിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയപ്പെടുന്നത്. റെഫറൻസ് ബുക്ക് ഒരുപാട് ബുക്കുണ്ട്. SG ഗുപ്തൻ്റെ ബുക്കുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഏകദേശം 8 ഭാഗങ്ങൾ സൈറ്റുകൾ വെച്ചിട്ട് 2 സൈറ്റുകളും തന്നിട്ടുണ്ട്, വെബ്സൈറ്റ്സുകൾ. അത് വെച്ചിട്ട് അങ്ങനെ 8 റെഫറൻസ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇത് സ്ഥലത്തൊക്കെ നമുക്ക് റെഫർ ചെയ്തിട്ട് എന്താ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ സെക്കൻഡ് മൊഡ്യൂളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എവിടെ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്? ഒറിജിൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. Okay, the term statistics seems to have been derived from the Latin word or Italian word or German word. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് 3 വേർഡ്, ഒന്നെങ്കിൽ ലാറ്റിൻ വേർഡ്, അല്ലെങ്കിൽ ഇറ്റാലിയൻ വേർഡ്, അല്ലെങ്കിൽ ജർമ്മൻ വേർഡ് എന്നാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ലാറ്റിൻ വേർഡ്? സ്റ്റാറ്റസ് എന്ന ഇറ്റാലിയൻ വേർഡിന്, ലാറ്റിൻ വേർഡിന്, സ്റ്റാറ്റിസ്റ്റ എന്ന ഇറ്റാലിയൻ വേർഡിന്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന ജർമ്മൻ വേർഡിന്. ഈ 3 വേർഡിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് ഉത്ഭവിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന് 3 ഏകദേശം ഒരേ അർത്ഥമാണ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്ന അർത്ഥമാണ് 3 ആൻഡ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് ബോൺ ആസ് സയൻസ് ഓഫ് കിങ്സ്. ഓക്കെ, ബോൺ ആസ് എ സയൻസ് ഓഫ് കിങ്സ്. ആൻഡ് ഡിഫറെൻറ്റ് ഓതേഴ്സ് ഹാവ് ഡിഫൈൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഓരോ ആളുകളും സ്റ്റാറ്റിസ്റ്റിക്സിനെ പല രൂപത്തിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്.
ഒരുപാട് സയൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരൊക്കെ പല രൂപത്തിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിന് പല രൂപത്തിലുള്ള ഡെഫിനേഷൻസ് ഒന്നുണ്ട്, ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സയൻസ് or according to Croxton and Cowden, scientists according to Croxton and Cowden, statistics may be defined as collection, organization, presentation, analysis and interpretation of numerical data. Numerical data inde collection, organization, presentation, analysis and interpretation എന്നുള്ളതാണ്. അതാണ് അക്കോർഡിംഗ് ടു ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സയൻസ് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അത് നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷനിലൊക്കെ 2 തരത്തിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഡെപ്തിലേക്ക് പോയേക്കാം. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്ങിലാണ്? 2 ടൈപ്പ് മീനിങ് ഉണ്ട്. പ്ലൂറൽ നൗൺ ഉണ്ട്, അതുപോലെ തന്നെ സിംഗുലർ നൗൺ ഉണ്ട്. ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂഷ്വലി ഇൻ്റർപ്രിറ്റഡ് ഇൻ 2 ways. Okay, the first sense is the plural noun, that is refers to a collection of numerical facts. ന്യൂമറിക്കൽ ഫാക്ട്സിൻ്റെ കളക്ഷനെ പ്ലൂറൽ നൗണിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ ചെയ്യുന്നത്. സിംഗുലർ നൗണിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ ചെയ്യുന്നത് ദ മെത്തേഡ്സ് ജനറലി അഡോപ്റ്റഡ് ഇൻ ദി കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റൻ്റെ കളക്ഷന് അനാലിസിസാണ് സിംഗുലർ നൗണിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ എന്താണ്? 2 സെൻസും പറഞ്ഞല്ലേ, സിംഗുലർ സെൻസും പ്ലൂറൽ സെൻസും പറഞ്ഞത്. അതിൽ പ്ലൂറൽ സെൻസിലുള്ള ഡെഫിനിഷൻ എന്താണ്? ഒരുപാട് ആൾക്കാർ ഒരുപാട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രൊഫസർ ഹൊറാസ് സാക്രസിസ് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് പറഞ്ഞത്, സ്റ്റാറ്റിസ്റ്റിക്സ് അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് ആൻഡ് അഫക്റ്റഡ് ടു മാർക്കഡ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് numerically expressed, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. ഒരാൾ, ഒരു സയൻറ്റിസ്റ്റ്, ഒരു പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സിനെ പ്ലൂറൽ സെൻസിൽ ഡിഫൈൻ ചെയ്തതാണിത്. ഇതൊക്കെ ഓരോ ടേമുകളാണ്. അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്, affected to marked extent by multiplicity of causes, numerically expressed എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഓരോ ടേമുകളാണ്. ഈ രൂപത്തിലാണ് പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് എന്നുള്ളതാണ്. നമുക്ക് പറയാം അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് എന്തല്ല, ഒരു സിംഗിൾ വേർഡ് അല്ല. ദാറ്റ് മീൻസ് എ സിംഗിൾ ഫിഗർ ഡസ് നോട്ട് കൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. എക്സാമ്പിൾ നമ്മൾ 5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റിസ്റ്റിക്സ്. പകരം 5,4,3, 2,1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് പറഞ്ഞത്. അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് ആണ്, ഒരു ആവറേജ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ്, ഒരുപാട് സാധനത്തിൻ്റെ അഗ്രിഗേറ്റ്സിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആർ ഓൺലി ദി അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. എ സിംഗിൾ ഫിഗർ ഡസ് നോട്ട് കൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ഫിഗർ എന്ന് പറയുന്നതല്ല സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഒരുപാട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ മാസ് ഓഫ് ഫിഗേഴ്സ് ഓർ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ആൻ ആവറേജ് ഈസ് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു മാസ് ഓഫ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ആവറേജിനൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next, affected to marked extent by multiplicity of causes. That means the data must be affected by a number of factors. ഒരു ഡാറ്റ എന്തല്ല, ഒരു സംഗതിനെ മാത്രം എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമില്ല. ഒരു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഒരു സിംഗിൾ സാധനം മാത്രമല്ല എഫക്റ്റ് ചെയ്യണത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുക, നെൽകൃഷി ചെയ്യാണ്. ഈ നെൽകൃഷി ചെയ്യുമ്പോൾ ഈ നെൽകൃഷിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? ആ സമയത്തുള്ള മഴ ഡിപ്പെൻഡ് ചെയ്യാം അല്ലേ, ഒരു സ്ഥലത്തുള്ള മഴനെ ഡിപ്പെൻഡ് ചെയ്യാം, അന്നത്തെ വെയിലിനെ ഡിപ്പെൻഡ് ചെയ്യാം, അത് ആ സോയിലിനെ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ എന്തുണ്ട്, ആ നെൽകൃഷി എന്ന് പറഞ്ഞ സാധനത്തിന് വെറും മണ്ണോ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഏതോ ഒന്നല്ല ഡിപ്പെൻഡ് ചെയ്യണത്. എന്ത് ചെയ്യുന്നുണ്ട്, ആ സോയില്, ടെമ്പറേച്ചർ, പിന്നെ അതിൻ്റെ എന്താ പറയുക റെയിൻഫാള്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഭാഗത്തിന് ഒരു കാര്യം മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യാം, പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യാം. അതാണ് ഒരു ഡാറ്റനെ എന്ത് മസ്റ്റ് ബി അഫക്റ്റഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്,
എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദ ബാഡ് എഫക്റ്റ് ഓഫ് വൺ ഫാക്ടർ മേ ബി കോമ്പൻസേറ്റഡ് ബൈ അതർ ഫേവറബിൾ ഫാക്ടേഴ്സ്, അതർ ഫേവറബിൾ എഫക്റ്റ് ഓഫ് അതേഴ്സ്. അത് ഏതെങ്കിലും ഒന്ന് മോശമായിട്ട് എഫക്റ്റ് ചെയ്താലും ബാക്കിയുള്ളത് എന്ത് ചെയ്യും, നല്ല നിലയ്ക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഏകദേശം ഈക്വലായിട്ട് പോകുന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഏകദേശം പറഞ്ഞല്ലോ, പിന്നെ നെൽകൃഷി ചെയ്യുമ്പോൾ മണ്ണ് കുറച്ച് മോശമാണെങ്കിലും ടെമ്പറേച്ചറും പിന്നെ നമ്മുടെ റെയിൻഫോളൊക്കെ ഏകദേശം നല്ല നിലക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, മണ്ണിൻ്റെ പ്രശ്നം ഏകദേശം കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അതാണ് എഫക്റ്റഡ് ടു മാർക്കറ്റ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസ് എന്ന് പറയുന്നത്. ആൻഡ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്, നമ്മൾ പറഞ്ഞ് ന്യൂമറിക്കലി ആണ് ഇതെന്ത് ചെയ്യണത്, എക്സ്പ്രസ് ചെയ്യുക. നമ്പേഴ്സായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യണത്, റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ല എന്ത് ചെയ്യില്ല, കളറുകളോ കളർ ക്വാളിറ്റി ബേസ്ഡിലല്ല ക്വാണ്ടിറ്റി ബേസ്ഡിലാണ് എന്ത് ചെയ്യണത്, പിന്നെ എക്സ്പ്രസ് ചെയ്യുക. ക്വാളിറ്റി വരുമ്പോൾ കളർ, ഹോണസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ ക്വാളിറ്റിയാണ് അല്ലേ, ഒരാളെ കളർ ഒരാളെ ഹോണസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ബേസിലുള്ള നമ്പറായിട്ടാണ് അല്ലേ. പിന്നെ ഒരു പാക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ നമ്മൾ എന്താ പറയുക, ഒരു പാക്ക് ബിസ്ക്കറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ 5 പാക്ക് ബിസ്ക്കറ്റ്, അതെന്താണ്, ക്വാണ്ടിറ്റിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാണ്ടിറ്റിയാണ്, ന്യൂമറിക്കലിയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്തത്. The next is enumerated or estimated according to reasonable standard of accuracy. ഓക്കെ, ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. ഒന്നെങ്കിൽ എന്യൂമറേറ്റഡ് ആവാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവാം. ഓക്കെ, ന്യൂമറിക്കൽ ഡാറ്റ ക്യാൻ ബി ഒബ്റ്റെയിൻ 2 ways. ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് 2 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് എന്യൂമറേറ്റഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എസ്റ്റിമേഷൻ. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, അതുപോലെ എന്യൂമറേറ്റ് ചെയ്യാം. എന്യൂമറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, ഫുൾ ആക്ച്വൽ കൗണ്ടിങ് ഓഫ് ഹെഡ്സ്. ഓക്കെ, ഒരു കോളേജിലെ സ്റ്റുഡൻസിന് എണ്ണം എന്ന് കിട്ടണം പറയുമ്പോൾ എന്യൂമറേറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ കൗണ്ടിങ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെയും തല എണ്ണി നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. 1000 കുട്ടികളുണ്ടെങ്കിൽ 1000 വരെ എണ്ണിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്യൂമറേറ്റഡ് ഫിഗർ നമുക്ക് കിട്ടുന്നത്, ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് കിട്ടുന്നത്. എസ്റ്റിമേറ്റഡ് ആണെങ്കിൽ ഏകദേശം എസ്റ്റിമേഷനാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഏകദേശം ആണെങ്കിൽ ഏകദേശം BComൽ 60 സ്റ്റുഡൻസ്, BBA 60 സ്റ്റുഡൻസ്, CS 30 സ്റ്റുഡൻസ്, അപ്പുറത്ത് 40 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, എണ്ണുക. ഓക്കെ, അപ്പോൾ ഇത് 2 വേസിലാണ് എന്തുണ്ട് അതിൻ്റെ ഡാറ്റ കളക്ഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. ദെൻ കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഡാറ്റനെ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സിസ്റ്റമാറ്റിക് മാനർ ഉണ്ടാവും. വെറുതെ ഡാറ്റ കളക്ട് ചെയ്യല്ല ചെയ്യുക, ഓരോ നമ്മുടെ പർപ്പസ് എന്താ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, അതിൻ്റെ ഡാറ്റനെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതായത് വെറുതെ ഡയറക്റ്റ് ചെയ്യല ചെയ്യുക. ബിഫോർ ദ കളക്ടിങ് ഡാറ്റ ദ പ്രൊസീജിയർ ഓഫ് കളക്ഷൻ ഷുഡ് ബി പ്ലാൻഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കണം എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണത്. അല്ലാതെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്ത് കളക്ട് ചെയ്തത്. കോളേജ് സ്റ്റുഡൻസിൻ്റെ എണ്ണം നമ്മൾ കളക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം, ഇന്ന രൂപത്തിൽ നമുക്ക് കളക്ട് ചെയ്യാം ഡാറ്റ. അല്ലാതെ ഓടിപ്പോയിട്ട് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്താൽ പോരാ, ആദ്യം പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. എന്താണ് ഈ ഡാറ്റ കളക്ട് ചെയ്തത്, ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിരിക്കണം. ഓക്കെ, ദ പ്രൊസീജിയർ ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ വിൽ ബി ഡിറ്റർമിൻഡ് ബൈ ദി പർപ്പസ് ഓഫ് ഫോർ വിച്ച് ഡാറ്റ ആർ റിക്വയർഡ്. ഓക്കെ, പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കണം. അപ്പോൾ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഏജാണ് നമ്മൾ എന്ത് ചെയ്യണത്, കളക്ട് ചെയ്യാൻ പോകണം വിചാരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വിചാരം ഉണ്ടാവണം, എന്താണ് പ്രീ ഡിറ്റർമിൻഡ്, എന്ത് പർപ്പസിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് വെറുതെ നമ്മൾ പോയിട്ട് ക്ലാസ്സിലെ കുട്ടികളെ വെയിറ്റ് ഹൈറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് എന്താ ആവശ്യം, ഏജാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് ഏജാണ് ആവശ്യം എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് വേണം പോകാൻ. ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്, എന്താണ് പർപ്പസ് എന്നുള്ളത് പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കണം, ആദ്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. പ്ലേസ് ഓർ എനി അതർ ക്യാരക്ടേഴ്സ് എന്നുള്ള പറഞ്ഞത്. അത് കളക്റ്റഡ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഇൻ പോയിന്റ് ഓഫ് ടൈം, പ്ലേസ് ഓർ എനി അതർ ക്യാരക്ടേഴ്സ്. നമ്മൾ ഡാറ്റ അതായത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ, നമ്മുടെ CS സ്റ്റുഡൻസിൻ്റെയും BComലെ സ്റ്റുഡൻസിൻ്റെയും ഏജ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു പ്രീ ഡിറ്റർമിൻഡ് രൂപത്തിൽ, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ആയിരിക്കണം അതിനെന്ത് ചെയ്യണത്, പ്ലേസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നായിട്ട് വാരി വലിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് അങ്ങനെ ആയിരിക്കണം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതതിൻ്റെ ഒരു നാച്ചുറാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്തിൻ്റെ നാച്ചുർ, പ്ലൂറൽ സെൻസ് ഡെഫിനിഷൻ്റെ നാച്ചുറൽ എന്നാണ് പറയുന്നത്. പ്ലൂറൽ സെൻസ് ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ പോയിന്റുകളാണ് ഓരോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് സിംഗുലർ സെൻസ്.
സിംഗുലർ സെൻസ് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ് അക്കോർഡിംഗ് ടു ക്രോസ്റ്റ് ആൻഡ് കൗഡൻ അല്ലെങ്കിൽ അക്കോർഡിംഗ് സയൻസ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ പറഞ്ഞ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, കമ്പാരിസൺ ഓർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഓക്കെ, കളക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ, കമ്പാരിസൺ ഓർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഓരോന്നും വേറെ പറഞ്ഞു. ഫസ്റ്റ് കളക്ഷൻ നടക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ ഫസ്റ്റ് നടക്കുന്നത് കളക്ഷനാണ് അല്ലേ. ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ള് കളക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോളേജിലെ ഡാറ്റ, സ്റ്റുഡൻസിൻ്റെ ഏജിൻ്റെ ഡാറ്റ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓരോന്നും നമ്മൾ ഓരോ ക്ലാസ്സിലും പോയിട്ട് ഓരോ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ എന്ത് ചെയ്യണം? കണ്ടെത്തി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഇതൊക്കെ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. നമ്മൾ ഡാറ്റനൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. എന്തിന്? വിത്ത് ദി ഹെൽപ്പ് ഓഫ് എഡിറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഇതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഡാറ്റനെ നമുക്ക് ഓരോ കെയർഫുള്ളായിട്ട് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളതൊക്കെ ആവശ്യമെടുത്ത് ഇൻകൺസിസ്റ്റോ ഇറലവൻ്റ് ആയിട്ടുള്ള ഡാറ്റാസൊക്കെ ഉണ്ടാവും, റോങ് ആൻസേഴ്സ് ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ ഏജ് പറയുമ്പോൾ 52, 62, 10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എററാണ് അല്ലെങ്കിൽ ഇറലവൻറ്റ് ഡാറ്റാസാണ്. ഓരോ ഏജ് പറയുമ്പോൾ ആ ഇറലവൻ്റ് ആണ് ഡേറ്റാസ്. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണം, എഡിറ്റ് ചെയ്ത് വെക്കണം എന്നർത്ഥം. അതാണ് ക്ലാസിഫിക്കേഷൻ ഓർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഈസ് പ്രസൻറ്റേഷൻ. ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ദി organization that they are ready for presentation. ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് ശേഷം ഡാറ്റ പ്രസൻറ്റേഷന് വേണ്ടി തയ്യാറാക്കണം ഇൻ ദി ഫോം ഓഫ് ഡയഗ്രംസ് ഓർ ഗ്രാഫ്സ്. ഡയഗ്രംസിൻ്റെ ഗ്രാഫിൻ്റെ ഫോമിൽ ഡാറ്റ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ഡാറ്റനെ കളക്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി അതിനെ ക്ലാസിഫൈ ഓർഗനൈസ് ചെയ്ത് ശേഷം ഒരു ഗ്രാഫിൻ്റെ ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ പ്രസൻറ്റേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തണം. ഓക്കെ, എന്തിനാ കമ്പാരിസൺ? എന്ത് പർപ്പസ് ഓഫ് അനലൈസിങ് മീൻസ് ഡാറ്റ ഈസ് ഡിഗ് ഔട്ട് ഇൻഫർമേഷൻ. ഡിഗ് ഔട്ട് പറഞ്ഞാൽ നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നിട്ട് അതിന് ഇൻഫർമേഷനെ മാത്രം എടുക്കണം. Useful for decision making and statistical analysis or measure of central tendency or measure of variations or correlation and regression. നമുക്ക് ആവശ്യമായ ഡാറ്റ മാത്രം പ്രസൻറ്റ് ചെയ്തെന്ന് നമുക്ക് ആവശ്യമായ ഡാറ്റ മാത്രം നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ മാത്രം എടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ എന്തിനാണോ ഇത് കളക്ട് ചെയ്യാൻ വിചാരിച്ചത്? ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണോ? നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ മാത്രം എന്ത് ചെയ്യുക? അതിന് എടുക്കുക. എങ്ങനെ എടുക്കേണ്ടത്? അതിന് ഒരുപാട് മെത്തേഡ്സ് ആണ് പറയുന്നത്. എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ആ ഡാറ്റ നമ്മൾ എടുക്കേണ്ടത്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് വേരിയേഷൻസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഈ വേർഡുകൾ ശരിക്ക് നോട്ട് ചെയ്തെടുക്കുക. മെഷർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് വേരിയേഷൻ, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഇതാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്ററുകളിലും ഇതിൻ്റെ ബാക്കിയായിട്ട് ഈ അനാലിസിസാണ് കൂടുതൽ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് വെക്കണം എവിടെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞു കമ്പയർ ചെയ്ത് അനാലിസ് ചെയ്ത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ദർ ഇസ് നോ കൺഫ്യൂഷൻ ഇൻ ദാറ്റ്. ഇൻ്റർപ്രിട്ടേഷൻ മീൻസ് കൺക്ലൂഷൻ. ഓക്കെ, നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തെത്തണം? ഒരു കൺക്ലൂഷനിൽ എത്തണം അല്ലേ. കുട്ടികളെ ഏജൊക്കെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തു. ലാസ്റ്റ് കൺക്ലൂഷനിലെത്താണ് ഈ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞത് 20 ആണ് അല്ലെങ്കിൽ 19 ആണെന്നുള്ളത്. അങ്ങനെ ഒരു കൺക്ലൂഷൻ നമ്മൾ എന്തിനാവും എത്തണം എന്നർത്ഥം. ഒരു ഇൻ്റർപ്രിട്ടേഷൻ. ദാറ്റ് മീൻസ് ഡ്രോയിങ് കൺക്ലൂഷൻ ഫ്രം ദി ഡാറ്റ കളക്റ്റഡ് ആൻഡ് അനാലിസിസ്. നമുക്കൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് നമുക്ക് കിട്ടിയിരിക്കണം. എന്താണ് ഇതിൻ്റെ ലാസ്റ്റ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ഗെറ്റ് ദ മീനിങ്. ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഇൻ ദി സിംഗുലർ സെൻസ്. ഓക്കെ, കളക്ട് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം, ശേഷം ഡയഗ്രംസ് ഗ്രാഫ് വെച്ച് പ്രസൻറ്റ് ചെയ്യണം, അതിനുശേഷം അനാലിസിസ് നടത്തണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മെത്തേഡ്സ് വെച്ചിട്ട് അനാലിസിസ് നടത്തണം. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ നടത്തണം.
ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മെത്തേഡ്സ് ആണ് നേരത്തെ പറഞ്ഞത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് വേരിയേഷൻസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻസ് എക്സെട്ര. ഇതൊക്കെ വെച്ചിട്ടുണ്ട് അനാലിസിസ് നടത്തുക. ദിസ് ഇസ് ദി ഡെഫിനിഷൻ ഇൻ ദി സിംഗുലർ സെൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എവിടുന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒറിജിൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ സിംഗുലർ സെൻസും പ്ലൂറൽ സെൻസും പറഞ്ഞു. അതിൻ്റെ സിംഗുലർ സെൻസിലുള്ള അതിൻ്റെ ഡീറ്റെയിൽസും പ്ലൂറൽ സെൻസിലുള്ള ഡീറ്റെയിൽസും ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.